ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹ്നാസ് ഈസി ടിപ്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഡിഫറെൻ്റായി എന്നാൽ സിമ്പിളായി സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 മണി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകമാണ്. ഇതാ ഇപ്പം നമ്മുടെ പെരിഞ്ജീരകമൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതാ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഞാനിപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇത് ഞാൻ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തതാണ്. എല്ലാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അടുത്തതായി ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അടുത്തതായി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൂടി ആയിക്കഴിഞ്ഞാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. ഞാനിപ്പോൾ ഈ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി നമ്മുടെ ചിക്കൻ വേവിച്ചെടുത്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സെപ്പറേറ്റ് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാ ഇപ്പം നമ്മുടെ കുഞ്ഞുള്ളി ചിക്കൻ റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് മറക്കാണ്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കുഞ്ഞുണ്ണി ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.